ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം. വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ എന്തായിരിക്കും നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈ വെച്ചാൽ മതി. ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ടേ അധികം വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്ന അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചെന്തിനാ? റീല എന്തോന്നറിയില്ലേ? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ. ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നതാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് അറിയത്തരത്തെ തോന്നിവാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്കൊക്കെ ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? അധികം വേണ്ട കേട്ടോ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യമായി ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. തൊടാൻ പിന്നെ അത് ചോദിക്കുകയാണ്. പിന്നെ അത് ചോദിക്കും. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. പോട്ടെ. അപ്പോ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല അത് പറയുന്നത്. ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റ് ആണ്. അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്.